ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു നോമ്പ് തുറ പരിപാടി നടത്തുകയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് അമ്മാവും അത്തവൊക്കെ തലേന്ന് തന്നെ അവർക്ക് പറ്റുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നൈറ്റ് അനിയത്തിയുടെ ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് പുലർച്ചെ നോമ്പ് വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ കുറച്ച് ഫ്രഷ് മീൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതായിരുന്നു. അങ്ങനെ രാവിലെ നോമ്പില്ലാത്തവർക്ക് കഴിക്കാനായിട്ട് കുറച്ച് പഴങ്കഞ്ഞിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അത് കണ്ടില്ലേ, വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ ഇത്. ഈ ഒരു സംഭവം ഇങ്ങനെ കാണുമ്പോഴേ അടിപൊളി പഴങ്കഞ്ഞിയും മീൻ വറുത്തതും. അങ്ങനെ പഴങ്കഞ്ഞിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ രാവിലത്തെ കാര്യം അടിപൊളിയാക്കി കേട്ടോ. അങ്ങനെ വൈകുന്നേരത്തേക്കുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്. കുപ്പാമ്മയുണ്ട്, പിന്നെ അനിയത്തിയുടെ മദർ-ഇൻ-ലോ ഉണ്ട്, ഉമ്മ, പിന്നെ എൻ്റെ അമ്മ ഉണ്ട്, പിന്നെ അടുത്ത വീട്ടിലത്തെ ഒരു ചേച്ചിനെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ചേച്ചി ഉണ്ട്. അങ്ങനെ എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുക ഞങ്ങൾ. പിന്നെ നമ്മുടെ വീട്ടിൽ വീട് ഓപ്പണിങ് കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞ ഒരു പ്രോഗ്രാം നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ആരിഫ തെസ്നിയൻ്റെയൊക്കെ വന്ന് കയറുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടുള്ള റിയാക്ഷനാണിത്. കണ്ടില്ലേ മാമ? നമുക്ക് കുറേ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനുള്ളതാണ്. അപ്പം ഇനി നോമ്പ് തുറക്കാനുള്ള കുറച്ച് സാധനങ്ങൾ, ഫ്രൂട്ട്സും ഐസ്ക്രീമും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പോവുകയാണ് കൊടുവായൂരിലേക്ക്. ഭയങ്കര ഡിമാൻഡ് അവൾക്ക്. ചിരി വന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണ്. എക്സ്ക്യൂസ് മീ, ഒന്ന് വരുമോ? മകളുടെ ഒരു സർപ്രൈസ് ഉണ്ട്. 60ാം പിറന്നാളിന് മകളുടെ ഷാനി മോളുടെ. അതെ, അതാണ്. അപ്പൊ ഇങ്ങോട്ട് കയറുക. ഇതൊന്ന് നോക്കട്ടെ. ആ അട്ടപ്പെട്ടി മാറ്റി അവിടെ വെച്ചോ, അവിടെ വെച്ചോ. അറിയാണ്ട് വായിക്ക് പോയരുത്. ഫോട്ടോ എടുത്തില്ല, എടുക്കുമ്പോ പപ്പന്റെ ഫോൺ എടുത്തിട്ട് എടുക്ക്. അപ്പോൾ നോമ്പ് തുറ ദിവസം മാമാൻ്റെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു. അപ്പോൾ എനിക്കത് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഷാനിക്കുട്ടി, അതായത് മാമാൻ്റെ മോള് എനിക്ക് തലേന്ന് തന്നെ മെസ്സേജ് അയച്ചിട്ട് അവൾ
എബ്രോഡിലാണ്. അപ്പോൾ അവൾക്ക് എന്തായാലും ചെയ്തു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, റോഷയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് ചെയ്യണം, അപ്പോൾ അങ്ങനെ കേക്ക് ഓർഡർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ രണ്ടാമത്തെ മാമൻ്റെ വൈഫ് കേക്ക് അടിപൊളിയായിട്ടുണ്ടാക്കും. അപ്പോൾ ആളുടെ അടുത്ത് തന്നെ ഞാൻ കേക്കൊക്കെ പറഞ്ഞ് അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ അതിൻ്റെ ഒരു ആഘോഷമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊരു സർപ്രൈസ് ആയിട്ടുള്ളൊരു കേക്ക് കട്ടിങ് ആയിരുന്നു. പിന്നെ എല്ലാവർക്കും കൂടെ എത്തുന്നത് പോലെ ഒന്ന് പീസാക്കാനായിട്ടൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ രണ്ടാമത്തെ മാമ. അപ്പം നോമ്പ് തുറക്കാനായിട്ട് നമ്മൾ വെക്കുന്ന പ്ലേറ്റിൽ കേക്കും കൂടെ ഓരോരോ പീസ് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കേക്കാണ് വാങ്ങിച്ചത് കേട്ടോ. കുറച്ച് വലിയ കേക്ക് തന്നെ വാങ്ങിച്ചു. ഷാനിക്കുട്ടി ഇങ്ങനെ ഒരു സർപ്രൈസ് തരുന്നു വിചാരിച്ചാ? എങ്ങനെയുണ്ട്? എന്താ രാവിലെ പറഞ്ഞിട്ട് ഹാപ്പി ബർത്ത്ഡേ അപ്പഴേ ഞങ്ങൾ ഈ കാര്യം അറിഞ്ഞില്ല. അവൾ ഇന്നലെ മുതൽ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ എനിക്ക് സത്യമായിട്ട് അറിയില്ല. ഇന്നലെ ഷാനിക്കുട്ടി പറഞ്ഞപ്പോഴാണ് എനിക്കറിയണത്. ആ കറക്റ്റ് കണക്റ്റായി. ആ അപ്പോൾ നോമ്പ് തുറക്കാനുള്ള സമയം ആവാറായി. അപ്പോൾ നമ്മൾ വെള്ളവും ജ്യൂസും എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേക്കും കൂടെ എല്ലാ പ്ലേറ്റിലും ഓരോന്ന് വെക്കാമെന്ന് പറഞ്ഞിട്ട് അത് 2 മമ്മാണിമാരും കൂടെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ? പിന്നെ നമ്മൾ അങ്ങനെ ഒരുപാട് ആൾക്കാരിനൊന്നും വിളിച്ചിട്ടില്ല. ജസ്റ്റ് ഫാമിലിയിൽ മാത്രമായിട്ട് കുറച്ച് പേരിനെ നമ്മൾ വിളിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ തന്നെ മുറ്റത്ത് തന്നെ നമ്മൾ ടേബിളൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ. നോക്കട്ടെ, ഒന്ന് വീഡിയോയിൽ വരട്ടെ. ആ സൂപ്പർ സൂപ്പർ സൂപ്പർ. കഴിക്കോ 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 ചെല്ലി പെണ്ണേ. ആ കൈ കാണിക്കുമ്പോ മൂക്കി കൂടെ ഒക്കെ കഴിച്ചിരിക്കണ. നിക്ക് 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 എന്നാ ഒന്നും കൂടെ. ആ പൊക്കോ. അപ്പോൾ ഹേസുവിൻ്റെ പരിപാടികളൊക്കെ കണ്ടില്ലേ? അവളെപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ. അടിപൊളിയാണ് അവളുടെ കൂടെ ഇരിക്കാൻ. അപ്പോൾ ഇതാ എല്ലാവരും കയറിയിരുന്നു. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള സമയം ആവാറായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് എൻ്റെ ആണെങ്കിലും ആളുടെ ഫാമിലി ആണെങ്കിലും നല്ല വലിയ ഫാമിലിയാണ് കേട്ടോ. ഒരുപാട് ആൾക്കാരുള്ള ഫാമിലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരെയും ഇതിൽ ഉൾപ്പെടുത്താനൊന്നും പറ്റിയിട്ടില്ല. നമ്മൾ മാക്സിമം ചുരുക്കിയിട്ടുള്ള ലെവലിലാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇത് തന്നെ നമ്മൾ കണക്ക് നോക്കുമ്പോൾ ഒരു 40 പേര് വരുന്നുണ്ട്. 40 പേരുടെ കണക്ക് വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ എൻ്റെ രണ്ടാമത്തെ മാമ മെയിനായിട്ട് കരിപ്പോട് കണ്ടിട്ടേ ഇല്ല. അതായത് ആൾ എൻ്റെ കല്യാണ സമയത്ത് ഗൾഫിലായിരുന്നു. അപ്പോൾ മാമാവും വൈഫും ഗൾഫിലായിരുന്നു. അപ്പോൾ 2 പേരും ഈ ഭാഗത്തേക്ക് വന്നിട്ടേ ഇല്ല. പിന്നെ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ഇങ്ങോട്ട് വരാനുള്ള ടൈമൊന്നും കിട്ടില്ല. അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ 14 വർഷമായിട്ട് മാമ വന്നിട്ടില്ല. അപ്പം മാമാനെ ഒന്ന് വരുത്തിക്കണം മെയിനായിട്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടാണ് നമ്മളിത് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വിളിക്കാത്തവരാരും ഒന്നും വിചാരിക്കരുത്. നമുക്കിനിയും സമയമുണ്ട്, നമുക്കെല്ലാം എൻജോയ് ചെയ്യാം. പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇതാ പള്ളിയിലത്തെ ഉസ്താദുമൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ.